സലിംകുമാർ അസുഖബാധിതനായിട്ട് കുറച്ച് നാളായി. ഒരു എനിക്ക് തോന്നുന്നു ഒരു 11 വർഷത്തോളമായി ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട്. അപ്പോൾ അതിനുശേഷം കിഡ്നി പ്രോബ്ലമായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ പ്രാവശ്യം അവനിങ്ങനെ രക്ഷപ്പെട്ട് വലിയ പ്രോബ്ലം ഇല്ലാതെ വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ഒരു എന്താ പറയുക, മെൻ്റലി വളരെ വിൽ പവറുള്ള കക്ഷിയായിരുന്നു. അങ്ങനെ എല്ലാം വളരെ കൂളായിട്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവൻ പതറിപ്പോകുന്ന സ്ഥലത്ത് ധൈര്യമായിട്ട് നിൽക്കുന്ന, ധൈര്യമായിട്ട് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. അവരുടെ പൊതുവായിട്ടുള്ള ഈ നാട്ടുകാർ കേട്ടിട്ടുള്ള വാക്കുകളിലൂടെയുള്ള ധൈര്യം ഉണ്ടല്ലോ, സലിംകുമാർ പറയുന്ന വാക്കുകളുടെ ശക്തി, അത് ഉള്ളിലുണ്ടായിരുന്നു. അത് തന്നെയാണ് സലിംകുമാറിന് ഇത്രയും നാളെ പിടിച്ചു നിർത്തിയത്. പക്ഷേ ഇത്തവണയും അതുപോലെ രക്ഷപ്പെട്ട് പോരെന്ന് വിചാരിച്ചു. ഒരുമിച്ച് വേദി പങ്കിടുന്നതും സിനിമയിൽ പ്രവർത്തിക്കുന്നതും ഒക്കെ അദ്ദേഹം നൽകുന്ന അനുഭവങ്ങൾ ഇപ്പോൾ ഓർത്തെടുക്കും. സിനിമയിൽ വരുന്നതിനൊക്കെ മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് കാസറ്റുകൾ ചെയ്തിട്ടുള്ളതല്ലേ. ആ കാസറ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് പല ലോഡ്ജുകളിലും ഒരുമിച്ച് ഇരുന്ന് കാസറ്റുകൾ എഴുതുകയും അത് റെക്കോർഡ് ചെയ്യും. അങ്ങനെ ആ കാസറ്റുകൾ ഹിറ്റാവുകയൊക്കെ ചെയ്ത് അതിൻ്റെ പിന്നിൽ സലിമുണ്ടായിരുന്നു. രാഷ്ട്രീയപരമായിട്ട് ആ കാസറ്റുകളിൽ ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും സലിമിൻ്റെ കോൺട്രിബ്യൂഷനായിരുന്നു. സലിമിനായിരുന്നു ഏറ്റവും കൂടുതൽ ഞങ്ങളെക്കാൾ രാഷ്ട്രീയം അറിയാവുന്ന ആൾ. അത് ഞങ്ങൾ അതിനുശേഷം പിന്നെ അവൻ സിനിമയിലെത്തിയിട്ടും ഒരു സിനിമാ നടൻ്റെ ഒരു ഭാവമോ അല്ലെങ്കിൽ പെരുമാറ്റമൊന്നും അല്ലായിരുന്നു. അപ്പോഴും പഴയ സലിംകുമാർ തന്നെയായിരുന്നു. സലിംകുമാർ മാറില്ലായിരുന്നു. അങ്ങനെ മാറാതിരിക്കുന്ന സലിംകുമാറിന് പലപ്പോഴും പല സ്ഥലത്തുനിന്നും എന്താ പറയുക, ഈ ഇഷ്ടത്തെക്കാൾ കൂടുതൽ ഇഷ്ടക്കേടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് അവനറിയാം. വേണമെങ്കിൽ പോളിഷ്ഡായിട്ട് നിൽക്കായിരുന്നു, ഒന്നും പറയാതെ, ഒന്നും റിയാക്ട് ചെയ്യാണ്ട് നിൽക്കായിരുന്നു പറ്റുന്ന സലീം ഒരു ജെന്യൂൻ വ്യക്തിയായിരുന്നു. പച്ചയായിട്ടുള്ള മനുഷ്യനാണ്. അവൻ റിയാക്ട് ചെയ്യും. അങ്ങനെ റിയാക്ട് ചെയ്തപ്പോൾ ചിലവർക്ക് ഇഷ്ടപ്പെട്ടു, ചിലവർക്ക് ഇഷ്ടപ്പെടാതിരിക്കും. പക്ഷെ ഞങ്ങളുടെ ഒരു നല്ലൊരു ഫ്രണ്ട് പോയി. എന്തും പറയാനുള്ള ഫ്രീഡമുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങളെ വിളിച്ച് ഉപദേശിക്കാൻ, ചീത്ത പറയാനും അവകാശം ഉണ്ടായിരുന്നൊരു സുഹൃത്ത്.